നമ്മുടെ അമീർ ഒതുക്കുങ്കലിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ്, ഇറാൻ്റെ ക്രൂരതകളും അനിലിൻ്റെ അല്പത്തരങ്ങളും എന്ന് പറയുന്നൊരു വീഡിയോ ക്ലിപ്പ് എനിക്ക് കുറേ പേരിങ്ങനെ അയച്ചു തന്നു. അമീർ, ഞാൻ അറിഞ്ഞില്ല അമീർ വിസ്ഡംകാരനാണെന്ന്. ഇപ്പോഴെനിക്ക് മനസ്സിലായത് അമീർ വിസ്ഡംകാരനാണെന്ന്. ഏതാണ്ട് 10-50 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോയിൽ അമീർ കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതിലാദ്യം എന്നെക്കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. അമീറിന് എൻ്റെ ചിരിയുടെ ബ്ലാ 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 ബ്ലായും ആ ചിരിയൊക്കെ കേട്ടിട്ട് അമീർ ഭയങ്കര അസ്വസ്ഥമാകുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ അമീറെ, എൻ്റെ ചിരി എത്ര സന്തോഷത്തോടെ ആസ്വദിച്ച ഒരാളാണ് അമീർ. എന്തെല്ലാം വിഭവങ്ങൾ ഞാൻ സുന്നികളെ പറഞ്ഞപ്പോൾ അമീർ എനിക്ക് തന്നിട്ടുണ്ട്, അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അമീറിന് എൻ്റെ ആ ചിരി, നമ്മൾ സാധാരണ പറയില്ലേ ഈ മിൽമയുടെയൊക്കെ പരസ്യം പോലെ, കേരളം കണി കണ്ടുണരുന്ന നന്മ ആണ് എൻ്റെ ചിരി എന്ന് അമീർ സന്തോഷപൂർവ്വം എത്രയോ ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും അമീറും ഞാനുമായിട്ട് ബന്ധമൊന്നുമില്ലായിരുന്നു. കേൾക്കുന്ന ആളുകൾ വിചാരിക്കും അമീറും ഞാനുമായിട്ട് ബന്ധമൊന്നുമില്ലായിരുന്നു. അതായത് സുദൃഢമായ ഒരു ബന്ധമുണ്ടായിരുന്നു. എന്താണ് ആ ബന്ധം? സുന്നികൾക്കെതിരെ പറയാനുള്ള എല്ലിൻ കഷ്ണങ്ങൾ എറിഞ്ഞു കൊടുക്കുന്ന ആളായിരുന്നു അമീർ. അമീർ ഒതുക്കുങ്കൽ എന്ന് പറയുന്ന മുജാഹിദ് വിസ്റ്റത്തിൻ്റെ ആൾ. ഇപ്പോൾ വിസ്റ്റത്തിനെതിരെ വളരെ ശക്തമായിട്ട് അനിൽ മുഹമ്മദ് തുറന്നടിച്ചപ്പോൾ ആ അമീർ ഒതുക്കുങ്കൽ ഇയാൾക്കെതിരെ വീഡിയോ ചെയ്തപ്പോൾ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇയാൾ. അതായത് ഞാൻ സുന്നികൾക്കെതിരെ ചെയ്തിരുന്ന വീഡിയോകളൊന്നും എൻ്റെ സ്വന്തം നിലപാടായിരുന്നില്ല, മറിച്ച് അതൊക്കെ എന്നെ ചെയ്യാൻ പ്രേരിപ്പിച്ചിരുന്നത് മുജാഹിദുകളുടെ സ്ക്രിപ്റ്റുകളായിരുന്നു, അവരെഴുതി തന്നതും അവരെ അയച്ചു തന്നതുമായിരുന്നു. ഇതിലൊരു അമീർ ഒതുക്കുങ്കൽ മാത്രമല്ല, പലരുണ്ട്. ഒരാൾ മാത്രമാണ് അമീർ ഒതുക്കുങ്കൽ എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഒരുപാട് കാലമായിട്ട് പറയുന്നത്. സ്വന്തമായിട്ടൊരു നിലപാടില്ലാതെ ആരെങ്കിലും അയച്ചു തരുന്നത് അനുസരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട് പെയ്ഡ് വീഡിയോകൾ ചെയ്യുന്ന വാടക പാത്രമാണ് അനിൽ മുഹമ്മദ് എന്ന് നമ്മൾ നേരത്തെ പറയാറുണ്ടായിരുന്നു. ഇനി സമസ്തക്കെതിരെ, തഹിയ്യക്കെതിരെ പറഞ്ഞു വഷളായത്, സമസ്തയുടെ സമ്മേളനത്തെ നിരൂപിച്ചത്, സമസ്തയെ വിമർശിച്ചുകൊണ്ട് പല പല വീഡിയോകൾ ചെയ്തത്, ഇതിൻ്റെ സ്ക്രിപ്റ്റുകളൊക്കെ ആരാണ് അയച്ചു തന്നത് എന്നതുകൂടി പുറത്തു വരാനുണ്ട്. ഈ വിനീതിനെതിരെ പോലും വസ്തുതാവിരുദ്ധമായ കാര്യം എൻ്റെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് അനിൽ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. അത് അയച്ചു തന്നത് ഏത് വാഫിയാണ്, ഏത് ഹുദവിയാണ് എന്നുള്ള കാര്യം കൂടെ അനിൽ മുഹമ്മദ് തുറന്നു പറയാനുണ്ട്. അത് അവരോട് തെറ്റുന്ന സമയത്ത് അനിൽ മുഹമ്മദ് അപ്പോഴെങ്കിലും അത് തുറന്നു പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ അനിൽ മുഹമ്മദിന് ഇത്രയും നുണകളൊന്നും പടച്ചുണ്ടാക്കാനോ മറ്റുള്ള കാട്ടിപ്പോത്തിൻ്റെ തൊലിക്കട്ടിയൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ സ്വഹാബികൾ എഴുതി തരുന്ന സ്ക്രിപ്റ്റുകളാണ്, വഹാബികൾ എഴുതി വിട്ടിരുന്ന സ്ക്രിപ്റ്റുകളാണ് ഒരുപാട് കാലം. അതുകൊണ്ടാണ് അനിൽ മുഹമ്മദ് വീഡിയോ ചെയ്തിരുന്നത് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ അറിയാതെയെങ്കിലും അനിൽ മുഹമ്മദ് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ അനിൽ മുഹമ്മദിനോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട സമസ്തയുടെ സംവിധാനമായ തഹിയ്യക്കെതിരെ വീഡിയോ ചെയ്തത് അതിൻ്റെ ഫ്യുവൽ പമ്പ് കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകളുടെ കയ്യിലാണ്, അവരങ്ങ് പൂട്ടിയാൽ ഇതങ്ങ് നിൽക്കും എന്ന് പറഞ്ഞിട്ട് ആകെ പിന്നെ വഷളായി തഹിയ്യ ഫണ്ട് അടിച്ചു കയറിയപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതെ മാളത്തിലൊളിച്ച്, പിന്നെ അതിൻ്റെ പേരിൽ ഒരുപാട് ട്രോളുകൾ ഇറങ്ങിയപ്പോൾ അതിൻ്റെ ദേഷ്യത്തിന് വീണ്ടും വന്ന് സമസ്തയെ 4 ചീത്ത പറഞ്ഞ്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇതുപോലെയുള്ള ആളുകൾ എഴുതി തരുന്ന അല്ലെങ്കിൽ അവർ അയച്ചു തരുന്ന സ്ക്രിപ്റ്റ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, കരുവാരക്കുണ്ടിൽ നിന്ന് ആ ഹുസ്സൻ്റെ കഥകൾ വരെ ഇയാൾക്ക് സുഹാബികൾ സ്ക്രിപ്റ്റായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുകൊണ്ട് അമീദ് ഫൈസിയെ ഇട്ടൊന്നടിക്കാനും മറ്റുള്ള സമസ്തയുടെ നേതാക്കളെയും സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ നേതാക്കളെയും കയ്യിലിട്ടിളക്കാനും ഈ വിഷയത്തിൽ അനിൽ മുഹമ്മദ് ധാരാളം പെയ്ഡ് വീഡിയോകൾ ചെയ്തതായിട്ട്
നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളിത് കൃത്യമായിട്ട് ഓരോ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആളുകൾ ഇത് അയച്ചു കൊടുക്കുന്നതാണ്, ആ സ്ക്രിപ്റ്റ് നിങ്ങൾ അതുപോലെ അണ്ണാക്ക് തൊടാതെ വീഴരുത്, അവരുടെ അജണ്ടയാണ് നിങ്ങളിലൂടെ നടപ്പാക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും അനിൽ മുഹമ്മദിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഈ കാര്യങ്ങളുടെ പര്യവസാനം എന്താകുമെന്ന്. ഇപ്പോൾ വിസ്റ്റം തനിക്കെതിരെ നന്നായി ഒന്നിട്ട് കുടഞ്ഞപ്പോൾ അനിൽ മുഹമ്മദ് ആ പഴയ കഥകളൊക്കെ, പഴയ രഹസ്യ നെക്സസൊക്കെ പുറത്തു പറയാൻ നിർബന്ധിതനായിരിക്കുകയാണ്. അപ്പോൾ ഇനിയും അനിൽ മുഹമ്മദിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പുറത്തു വരാനുണ്ട്. പ്രത്യേകിച്ച് സുഹാബികളുമായിട്ടുള്ള അന്തർധാര വളരെ സജീവമാണ്. ആ കാര്യങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോകളിൽ അനിൽ മുഹമ്മദ് തുറന്നു പറയുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ അനിൽ മുഹമ്മദിനോട് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ചെന്ന് പെടാതിരിക്കാൻ ഒരു ഉപദേശമായിട്ട് നിങ്ങളത് സ്വീകരിക്കണം. അതായത് ഒരു വിഷയത്തെ വിമർശിക്കുമ്പോൾ ആ സംഘടനയുടെ പ്രത്യയശാസ്ത്രം, അതിൻ്റെ നയങ്ങൾ, അതിൻ്റെ മറ്റുള്ള രീതികൾ, അതിൻ്റെ ഭരണഘടന, ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ആയിരിക്കണം അതിനെ വിമർശിക്കാനും അതിനെ തള്ളാനും അതിനെ തോണ്ടാനും ചൊറിയാനൊക്കെ ചെല്ലേണ്ടത്. അല്ലാത്ത പക്ഷം ഇതുപോലെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കും എന്നത് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ കണ്ടൻറ്റുകൾ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന, നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ കണ്ടൻറ്റുകൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മറ്റുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരില്ല. മറിച്ച് മറ്റുള്ളവർ അയച്ചു തരുന്നതനുസരിച്ച് സുന്നികളുടെ മെക്കെട്ട് കയറാനും സമസ്തയുടെ മെക്കെട്ട് കയറാനും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ പടച്ച റബ്ബ് ഇതുപോലെ നിങ്ങളെ കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയിപ്പിക്കും എന്നത് തീർച്ചയാണ്. അള്ളാഹു സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.